സമീപകാലങ്ങളായി പാലക്കാടിന്റെ ചില കോണുകൾക്ക് ചെറുതെങ്കിലും അപകടകരമായ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കേരളത്തിന്റെ പൊതുരാഷ്ട്രീയത്തിന് അത്രയൊന്നും തന്നെ പരിചിതമല്ലാത്ത ഗുരുതരമായ മാറ്റമാണത്. സംഘപരിവാറിന്റെ ആശയങ്ങൾക്ക് പതിവില്ലാത്ത വിധം വേരോട്ടമുള്ള ചില ഭാഗങ്ങൾ പാലക്കാട് രൂപപ്പെടുന്നു. ഒരു നാട് സംഘപരിവാർ ആശയങ്ങൾക്ക് വഴിപ്പെട്ടാൽ അതിന്റെ ജൈവരാഷ്ട്രീയത്തിന് സംഭവിക്കുന്ന അപജയവും അക്രമരാഷ്ട്രീയത്തിന് കൈവരുന്ന അപ്രമാദിത്വവും പലയിടത്തും വെളിപ്പെടുന്നു. കഞ്ചിക്കോട് അട്ടപ്പണം പ്രദേശത്ത് ഛത്തീസ്ഗഡിൽ നിന്നും വന്ന അതിഥി തൊഴിലാളിയായ രാംനാരായണന്റെ കൊലപാതകം വിരൽ ചൂണ്ടുന്നത് ഈ വസ്തുതയിലേക്കാണ്. ജീവിക്കാൻ വേണ്ടി കുറെ കൂടി മെച്ചപ്പെട്ട ജീവിതം ആഗ്രഹിച്ച് നിരവധി അതിഥി തൊഴിലാളികൾ കഴിഞ്ഞ കുറെ നാളുകളായി കേരളത്തിൽ വരുന്നുണ്ട്. അതിലൊരാളാണ് രാംനാരായണനും. ബംഗ്ലാദേശി എന്ന് ആക്രോശിച്ചുകൊണ്ടാണ് ആൾക്കൂട്ടം രാംനാരായണനെ ക്രൂരമായി മർദ്ദിച്ചു കൊന്നത്. बांग्लादेशी वो मेरा बहन को लिखा है। बहन है बांग्लादेशी। और तुम्हारे गांव में कहाँ है तुम? दो ठोकर हाँ हमारे था बांग्लादेशी। और बांग्लादेशी दो ठोके आपका बांग्लादेशी हाँ ബംഗ്ലാദേശി എന്ന വിളി തന്നെ അതിന്റെ രാഷ്ട്രീയ മാനങ്ങൾ വിളിച്ചു പറയുന്നുണ്ട്. അവിടെ ഭൂരിപക്ഷ മതം ഇസ്ലാമാണ്. ആ ആൾക്കൂട്ടത്തിന്റെ ഉള്ളിൽ നിന്നും പുറത്തുവരുന്നത് വർഗീയതയുടെ വിഷം തന്നെയാണ്. അതിന് അവരെ പ്രാപ്തരാക്കിയത് ആ നാട്ടിൽ കഴിഞ്ഞ ഏറെക്കാലങ്ങളായി RSS പാടി പഠിപ്പിച്ചു വരുന്ന മതവിദ്വേഷമാണ്. രാംനാരായണൻ ഇന്ത്യക്കാരനായിരുന്നു, ഹിന്ദുവായിരുന്നു, അതിനെല്ലാം അപ്പുറം ഒരു മനുഷ്യനായിരുന്നു. അത് തിരിച്ചറിയാനുള്ള ഉൾക്കാഴ്ച വരെ നഷ്ടപ്പെട്ട ക്രിമിനൽ സംഘമായി RSS അവരെ പരുവപ്പെടുത്തിയെടുത്തു. മറ്റൊരു സംഭവം പുതുശ്ശേരിയിലാണ്. ക്രിസ്മസിനോട് കേരളം കാലങ്ങളായി കാണിച്ചു വരുന്ന മതേതര സ്വഭാവം ഏറെ പ്രാധാന്യമുള്ളതാണ്. അവധിക്കാലത്തിലേക്ക് കടക്കുന്ന കുട്ടികൾ ക്രിസ്മസിന്റെ വരവറിയിച്ച് കരോൾ സംഘങ്ങളായി തിരിഞ്ഞ് എല്ലാ വീടുകളും കയറുന്നത് ഡിസംബർ അവസാനങ്ങളിലെ നിത്യ കാഴ്ചയാണ്. തങ്ങൾ കയറുന്ന വീടുകളിലുള്ളവർ സന്തോഷത്തോടെ നൽകുന്ന ചില്ലറകൾ ശേഖരിച്ച് അവർ ക്രിസ്മസിനും ന്യൂ ഇയറിനും മധുരം വാങ്ങി ആഘോഷിക്കും. അങ്ങനെ ഒരു ഉദ്യമവുമായി പുറപ്പെട്ട LP മുതൽ ഹൈസ്കൂൾ വരെ പഠനത്തിലേർപ്പെട്ട ഒരു കുരുന്നു നിരയെയാണ് RSSകാരനായ അശ്വിൻ തല്ലി ഓടിച്ചത്. അതിനവർ കാരണമായി പറയുന്നത് ഒരു ബാൻഡാണ്. എല്ലാ വർഷവും ഇതേ ബാൻഡ് ഉപയോഗിച്ചാണ് ഈ കുട്ടി സംഘം കരോൾ നടത്തുന്നത്. ഇവിടെയും പ്രവർത്തിച്ചത് സംഘപരിവാറിന്റെ മതവിരുദ്ധ നിലപാടാണ്. അവർ ആഭ്യന്തര ശത്രുക്കളായി പ്രഖ്യാപിച്ച ഇസ്ലാം, ക്രിസ്ത്യൻ മതങ്ങളോടും അവരുടെ ആഘോഷങ്ങളോടുമുള്ള പച്ചയായ വിദ്വേഷം. ഇതിനെ പരസ്യമായി അനുകൂലിക്കുകയാണ് BJP ചെയ്യുന്നത്. സ്കൂൾ കുട്ടികൾ മദ്യപിച്ചിട്ടാണ് കരോൾ നടത്തിയതെന്ന വിചിത്രവാദമാണ് BJP നടത്തുന്നത്. ഞാൻ പറയുന്ന ആ പോയ സംഘം മദ്യപിച്ചിട്ട് കരോൾ നടത്തുന്നത് തല്ലു കിട്ടേണ്ട പ്രവർത്തനമായിട്ടാണ് നവസംഘ മുതലാളി ഷോൺ ജോർജിന്റെ അഭിപ്രായം. കരോൾ നടത്തണമെന്ന് നിർബന്ധമില്ല, പക്ഷെ നടത്തുന്ന കരോൾ മാന്യമായിരിക്കണം, അല്ല അടിയിട്ട്. കുറ്റം പറയരുതല്ലോ തന്തയുടെ ചെറുപതിപ്പ്. RSS വടക്കേ ഇന്ത്യയിൽ നടപ്പിലാക്കുന്ന അതേ അക്രമ സ്വഭാവം വാളയാർ ചെക്ക് പോസ്റ്റ് വഴി കേരളത്തിലെത്തിക്കാനുള്ള ഗൂഢനീക്കമാണിത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പള്ളിയിൽ വരെ കയറി വൈദികരെ മാറ്റി നിർത്തി ബൈബിളിനെ പരിഹസിക്കുകയും ക്രിസ്മസ് ആഘോഷിക്കുന്നവരെ അടിക്കുകയും ചെയ്ത സംഘത്തിന്റെ അതേ സ്വഭാവമുള്ള മറ്റൊരു പ്രവർത്തനമാണ് പാലക്കാട് കണ്ടത്. എന്നാൽ നാട് നിറയെ പ്രതിഷേധമുയർന്നിട്ടും സകല രാഷ്ട്രീയ സാംസ്കാരിക സംഘടനകളും എതിർപ്പ് അറിയിച്ചിട്ടും പാലക്കാട്ടെ MP ശ്രീമാൻ ഇതുവരെ തിരുവ തുറന്നിട്ടില്ല. പാലക്കാട്ടെ കോൺഗ്രസ് അധ്യക്ഷന്റെ വർത്തമാനം പറയുന്ന അവയവം പണി മുടക്കിയിരിക്കുകയാണ്. ഏതെങ്കിലും ഇടതുപക്ഷ നേതാക്കൾ തുമ്മിയാൽ വരെ വിമർശിക്കുന്ന ശ്രീകണ്ഠന്റെ കണ്ഠം RSSനെ പറയാൻ ഒന്ന് വിറയ്ക്കും. കാരണം പാർലമെന്റ് MP ആയതും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനും കോൺഗ്രസിന്റെ പ്രധാന വോട്ട് ബാങ്ക് ഈ വർഗീയവാദികളാണ്. അപ്പോൾ അവരെ പിണക്കിക്കൂടാ. നാടിന്റെ മതേതരത്വം തകർന്നാലും വേണ്ടില്ല, നാട് സംഘപരിവാർ കുട്ടിച്ചോറാക്കിയാലും വേണ്ടില്ല. എങ്ങനെയെങ്കിലും അധികാരം കിട്ടണമെന്ന് ആഗ്രഹിച്ചു നടക്കുന്ന ഈ ടീമിന് ഈ പ്രശ്നം കേൾക്കാൻ എവിടെ സമയം? ആ അപകടത്തെ ജനം തിരിച്ചറിയണം. നാളിന്നേ വരെ ഒറ്റ മനസ്സായി ജീവിച്ച ജനങ്ങളുടെ ആഘോഷങ്ങളും സന്തോഷങ്ങളുമാണ് വർഗീയതയുടെ വിഷം കലക്കി ഈ ദ്രോഹികൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് എതിർത്ത് തോൽപ്പിക്കണം, തോൽപ്പിച്ചേ പറ്റൂ.